ഹലോ വെൽക്കം ബാക്ക് റോട്ടോ ടോക്സ്. അപ്പോൾ ഇന്നലെ ഒരു എന്താ പറയുക ക്രിക്കറ്റ് മത്സരമല്ല കണ്ടത്, ഒരു അബ്സല്യൂട്ട് സിനിമ എന്ന് പറയുന്ന പോലെ, ഇതാണ്ട സിനിമ എന്ന് പറയുന്ന പോലത്തെ ഒരു പരിപാടിയായിരുന്നു ഇന്നലെ കണ്ടിട്ടുണ്ടാകുന്നത്. എന്താ പറയുക, ഗംഭീര കളി, ഒരു T20 സ്റ്റൈൽ എന്ന് പറയുന്നതിൻ്റെ ഒരു എക്സ്ട്രീം ലെവൽ തന്നെയായിരുന്നു ഇന്നലെ. 245 എന്ന പഞ്ചാബിൻ്റെ ഒരു കൂറ്റൻ സ്കോർ. എന്താ പറയുക, ഞാൻ എന്തുട്ട് ഉണ്ടാവണമെന്ന് പിന്നെ മനസ്സിലാവണില്ലേ സൺറൈസേഴ്സിൻ്റെ കളി കാണുമ്പോൾ. അടി തന്നെ അടി, അടി തന്നെ അടി. സൺറൈസേഴ്സിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അവരുടെ ഹോം ഗ്രൗണ്ട് ആണല്ലോ, രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയം. അപ്പോൾ അവിടെ ഭയങ്കരമായിട്ട് ബാറ്റിംഗ് അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ആദ്യത്തെ മത്സരം വിജയിച്ചതിന് ശേഷം പിന്നെയുള്ള 4 മത്സരങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തോറ്റിരിക്കുകയായിരുന്നു സൺറൈസേഴ്സ്. അവരുടെ ആ ഒരു ബാറ്റേഴ്സ്, ഹെഡ്, ക്ലാസൻ, അല്ലെങ്കിൽ ഇഷാൻ കിഷൻ, നിതീഷ് കുമാർ റെഡ്ഡി, അഭിഷേക് ശർമ്മ, ഇവരൊന്നും ഒരു ഫോമിലേക്ക് അവരുടെ ഒരു ഫോമിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നലെ പഞ്ചാബാണെങ്കിൽ അത്യാവശ്യം നല്ല ഫോമിൽ മത്സരങ്ങളൊക്കെ വിജയിച്ച് നിൽക്കുന്നു. അപ്പോൾ ഇന്നലെ പഞ്ചാബിൻ്റെ ബാറ്റ്സ്മാൻമാരെല്ലാവരും, ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിംഗ് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓപ്പണിംഗ് വിക്കറ്റിൽ തന്നെ പ്രിയാൻഷു ആരെയും പ്രഭ് സിമ്രാനും കൂടി 6 ഓവറിൽ 80 മുകളിൽ റൺസ്, ഇപ്പോൾ 90 റൺസ് അടിക്കുന്നു. പിന്നീട് അവർ വിക്കറ്റ് പോയതിനു ശേഷം ശ്രേയസ് അയ്യർ വന്ന് വീണ്ടും തകർത്തടിക്കുന്ന കാഴ്ച. അതുപോലെ വധേര, പിന്നീട് അവസാനം മാർക്കസ് സ്റ്റോയിൻസിൻ്റെ ഒരു വെടിക്കെട്ട്. എനിക്ക് തോന്നുന്നു അത്ര എക്സ്പീരിയൻസ് ബോളറായ ഷമി പോലും 4 ഓവറിന് 70 മുകളിൽ റൺസ് വഴങ്ങാണ്. IPL ചരിത്രത്തിലെ എക്കാലത്തെയും മോശം സ്പെല്ലുകളിൽ 2ാം സ്ഥാനത്തായിട്ട് മാറാണ്, അത് 1 റണ്ണിന്റെ വ്യത്യാസത്തിൽ. അപ്പോൾ ആർക്കും രക്ഷയില്ല അത് അവരുടെ ആ ഒരു ഗ്രൗണ്ടിൽ. ഇന്നലെ ഈ ഒരു 245 സ്കോർ, ഞാൻ പഞ്ചാബ് എങ്ങാനും ഡിഫെൻഡ് ചെയ്താൽ പോലും അതൊരു ക്ലോസ് വിജയമാവുമല്ലോ, അല്ലെങ്കിൽ 1-2 10 റൺസിന്റെ ഇടയിലൊക്കെ ഉള്ള വിജയമാവത്തുള്ളൂ എന്നാണ് എക്സ്പെക്ട് ചെയ്ത്. എങ്ങാനും വിജയിക്കുകയാണെങ്കിൽ പോലും. കാരണം സൺറൈസേഴ്സിന് ആ ഒരു ടാർഗറ്റ് ചേസ് ചെയ്യാനുള്ള സ്ട്രെങ്ത് ഉണ്ട്. 6 ഓവറിന്റെ ഇടയിൽ ഹെഡോ അല്ലെങ്കിൽ അഭിഷേക് ശർമ്മയോ പുറത്തായില്ലെങ്കിൽ ഒരുപക്ഷെ ഒരു കൂറ്റൻ സ്കോറിലേക്ക് തന്നെ സൺറൈസേഴ്സ് എത്തും. അങ്ങനെയാണ് അവരുടെ ഒരു ട്രാക്ക് റെക്കോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ 6 ഓവറിൽ ഒരു ചാൻസ് കിട്ടിയതാണ്, 1-2 അവസരം കിട്ടിയതാണ്. അപ്പോൾ പക്ഷെ അതൊന്നും മുതലാക്കാൻ പറ്റിയില്ല പഞ്ചാബിന്. ഒരെണ്ണം നോ ബോളായി, പിന്നെ ഒരു പന്ത് നോ മാൻസ് ലാൻഡിൽ ഫിനിഷ് ചെയ്തു. പിന്നെ ഇന്നലെ പഞ്ചാബിന്റെ ഫീൽഡിങ്ങിലെ അപ്രോച്ച് തന്നെ അല്പം നെഗറ്റീവ് ആയിരുന്നു. ഒരു 6-7 ഓവർ കഴിയുമ്പോൾ തന്നെ ഭയങ്കര ഡെഡ് മൈൻഡ് ആയിട്ടാണ് കളി തോറ്റു എന്ന് അപ്പൊ തന്നെ ഉറപ്പിച്ചു അവര്. മാക്സ്വെല്ലിന്റെ ഒക്കെ ഒരു രീതികളൊക്കെ അങ്ങനെ തന്നെയാണ്. മാക്സ്വെല്ലൊക്കെ നല്ലൊരു 4 ഒക്കെ മിസ്സാകുന്നൊരു. അപ്പോൾ മൊത്തത്തില് ആ ഒരു 6 ഓവർ കഴിയുമ്പോൾ തന്നെ ഒരു തോറ്റ മെന്റാലിറ്റി ആയിരുന്നു. പിന്നീട് അഭിഷേക് ശർമ്മ നമ്മൾ എടുത്തു പറയണം. അദ്ദേഹം ഓൾറെഡി അദ്ദേഹത്തിന്റെ ഒരു ഹിറ്റിംഗ് എബിലിറ്റി പ്രൂവ് ചെയ്തതാണ്. നിലവിൽ 141 റൺസ്, അതും 55 ബോളുകളിൽ നിന്ന്. IPL ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ സ്കോർ ചേസിങ്ങിൽ ഒരു ബാറ്റ്സ്മാൻ നേടുന്ന ഏറ്റവും വലിയ സ്കോർ, ആസ് എ ബാറ്റർ നേടുന്ന ഏറ്റവും വലിയ 3ാമത്തെ സ്കോർ. ഫ്രണ്ടിലുള്ളത് മക്കല്ലും അതുപോലെ ഗെയിലും മാത്രം. പോരാതെ അദ്ദേഹം ഇന്റർനാഷണൽ ക്രിക്കറ്റിലായാലും അതുപോലെ IPL-ലായാലും ഒരു ഇന്ത്യക്കാരൻ്റെ ഏറ്റവും വലിയ T20 സ്കോർ. അങ്ങനെ നിരവധി റെക്കോർഡുകളാണ് അഭിഷേക് ശർമ്മ നേടിയത്. ആദ്യം ബോൾ തൊട്ട് തന്നെ അറ്റാക്കിങ്ങിൽ ഹെഡിനെ ഒരു സൈഡിൽ കാഴ്ചക്കാരനൊക്കെ നിർത്തിയിട്ടായിരുന്നു അഭിഷേക് ശർമ്മ അറ്റാക്ക് ചെയ്ത് കളിച്ചുകൊണ്ടിരുന്നത്. 90-ലെത്തുമ്പോഴും 100-ലെത്തുമ്പോഴും അതിനുശേഷം ഒക്കെ ഒരൊറ്റ തവണ ഒരു ഇന്നിങ്സ് സ്ലോ ഡൗൺ ചെയ്യുന്നില്ല. അസാധ്യമായ ഹിറ്റിംഗ് എബിലിറ്റി, 100-110 അടുത്തുള്ള മീറ്റർ സിക്സുകളാണ് അടിച്ചുകൊണ്ടിരുന്നത്. ഇന്നലെ ഏകദേശം 9 സിക്സുകളാണ് അഭിഷേക് ശർമ്മ അടിച്ചത്. ഒരു സിക്സർ അടിച്ചിരുന്നെങ്കിൽ റെക്കോർഡായാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു ഗംഭീര ഇന്നിങ്സ്. ചേസിങ്ങിൽ ഞാൻ ഇതുവരെ കണ്ടതിൽ ബെസ്റ്റ് ഇന്നിങ്സ് തന്നെയാണ് IPL അഭിഷേക് ശർമ്മ ഇന്നലെ കളിച്ചത്. ആ ഒരു സ്കോർ കണ്ടിട്ട് പേടിച്ച് അല്ലെങ്കിൽ സ്ട്രഗിൾ ചെയ്യുന്ന കാഴ്ചയല്ല. അവർ ആ സ്കോറിനെ കണ്ട് അടിക്കുക എന്നുള്ള മൈൻഡ് സെറ്റിൽ തന്നെയാണ് ഇന്നലെ കളിച്ചത്. പിന്നീട് ഹെഡിൻ്റെ വിക്കറ്റ് പോയ സമയത്തൊക്കെ അവർ സേഫായി കഴിഞ്ഞു. ക്ലാസൻ ഒരു സൈഡിൽ നിന്നിട്ട് ഇങ്ങനെ അഭിഷേക് ശർമ്മയ്ക്ക് സ്ട്രൈക്ക് കൊടുക്കേണ്ട ഒരു ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഒരു കംപ്ലീറ്റ് ക്രിക്കറ്റ് അങ്ങനെ പറയാൻ പറ്റില്ല. ബോളേഴ്സ് ഇന്നലെ വെറും കാഴ്ചക്കാരായിരുന്നു. ഇപ്പൊ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, ചഹൽ ആയാലും അല്ലെങ്കിൽ ഷമി ആയാലും ഒക്കെ അത്രയും എക്സ്പീരിയൻസ്ഡ് ബോളേഴ്സാണ്. അവരൊക്കെയാണ് ഇങ്ങനെ അടിമേടിച്ച് കൂട്ടുന്നത്. എനിവേ ഒരു കാഴ്ചക്കാർക്ക് ഭയങ്കര ഒരു രസമുള്ള മത്സരമായിരുന്നു. ഔട്ട് ആയത് അവതായിട്ട് റിപ്ലൈ കൊടുക്കാതെ പോയില്ലേ വധേരയുടെ ബദേരയുടെ. വിക്കറ്റ് എനിക്ക് തോന്നുന്നു സ്റ്റെംസിൽ കൊണ്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു, അത് പുറത്തോട്ടായിരുന്നു. അല്ലെങ്കിൽ ചിലപ്പോ ഒന്നുകൂടി കുറച്ചൊരു സ്കോർ വന്നേനെ ശരിക്കും പറഞ്ഞാൽ. അല്ല, അത് ഇപ്പോൾ ഈ ഒരു സ്കോർ തന്നെ അവരൊരു മാക്സിമം ലെവലാണ്. കാരണം ഇപ്പോൾ സ്റ്റോയിൻസ് വരുന്നു, ഷമിക്കെതിരെ ലാസ്റ്റ് 4 6 ഒക്കെയാണ് അടിച്ചു കൂട്ടുന്നത്. അപ്പോൾ ആ ഒരു കൂറ്റൻ സ്കോർ തന്നെയാണ് അവർ എക്സ്പെക്ട് ചെയ്തതിന് മുകളിലേക്ക് വന്നിട്ട് സ്കോർ തന്നെയാണ് സെറ്റ് ചെയ്തത്. പിന്നെ ബോളേഴ്സ് എനിക്ക് തോന്നുന്നു ഫെർഗൂസനൊക്കെ ഒരു പരിക്ക് വന്നു, ഹാംസ്ട്രിങ് ഇഞ്ചറി വന്നു. ഫെർഗൂസനെ കോട്ട കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതൊക്കെ തന്നെ ആവണം. ഒരുപക്ഷെ വിജയിക്കാവുന്ന കളിയാണ് പഞ്ചാബിന്. ഒരു വിക്കറ്റ് അവിടെ വീണിരുന്നെങ്കിൽ, അഷ്ടാക്കൂറിന് നോ ബോൾ ഇല്ലായിരുന്നെങ്കിൽ, അഭിഷേക് ശർമ്മ ആ സമയത്ത് ഔട്ടാവുക. വാട്ട് ഇഫ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പ്രസക്തി ഇല്ലെങ്കിലും ഒരു പക്ഷേ പലതും സംഭവിച്ചേനെ. അപ്പോൾ ഒരു നിർഭാഗ്യം. ഇന്നലത്തെ മത്സരം എല്ലാം കൊണ്ട് രസകരമായിരുന്നു. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഇന്നിങ്സ് നോക്കുകയാണെങ്കിൽ ക്യാമറാമാൻ ആൾക്കാരുടെ പൾസ് അറിഞ്ഞ് ചെയ്തൊരു കാര്യമുണ്ട്.
പ്രീതി സിന്ധാടി അതുപോലെ കാവ്യയുടെയും റിയാക്ഷൻസ് അതിങ്ങനെ സ്പ്ലിറ്റ് സ്ക്രീനിൽ ഇട്ടിട്ട് ഫസ്റ്റ് ഇന്നിങ്സ് ആകുമ്പോ പ്രീതി ഭയങ്കര ഹാപ്പി ചിയർ ചെയ്യുന്നു, കാവ്യ ഭയങ്കര ഡെസ്പായിട്ടിരിക്കുന്നു. സെക്കൻഡ് ഇന്നിങ്സിൽ അതിന് നേരെ ഉൾട്ട. അപ്പോ എന്തെല്ലാം കൊണ്ടും ഒരു നമുക്ക് കണ്ടിരിക്കാൻ നല്ലൊരു മത്സരമായിരുന്നു. അതില് ഹെഡും മാക്സ്വെല്ലും ഒക്കെ എന്തോ ഇതായിന്ന് തോന്നുന്നില്ല ചെറുതായിട്ട്. അതിനിപ്പോ അതൊരു എന്താണ് ദേഷ്യപ്പെട്ടിട്ടാണോ അതോ അവരുടെ ഒരു തമാശ രീതിയാണോ നമുക്കറിയില്ല. കാരണം ഓസ്ട്രേലിയൻ പ്ലേയേഴ്സ് ആണ്, അവരങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു തർക്കങ്ങള് ട്രാവിസ് ഹെഡൊക്കെ ഇടപെട്ടില്ലേ ഈ അങ്ങനത്തെ. സ്റ്റോയിൻസും ഹെഡും മാക്സ്വലും എന്തൊക്കെയോ ചർച്ച അതുണ്ടായിരുന്നു. അപ്പൊ എന്താ കാര്യം നമുക്കറിയില്ല. എന്തായാലും ഇന്നലെ എല്ലാം കൊണ്ട് അഭിഷേക് ശർമ്മയുടെ സെലിബ്രേഷൻ, അഭിഷേക് ശർമ്മ കഴിഞ്ഞ 6 മത്സരങ്ങളായിട്ട് പോകലിട്ട് വരികയായിരുന്നു. അപ്പൊ ഇന്നാണ് പുറത്തിറങ്ങാൻ പറ്റിയെന്നാണ് ഹെഡ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണ് കംപ്ലീറ്റ് ഒരു എന്റർടൈനിങ് മാച്ച് തന്നെയായിരുന്നു. ബോളേഴ്സിന് ഉറക്കാൻ താല്പര്യമില്ലാത്തൊരു മത്സരം കൂടി. അപ്പൊ എന്തായാലും നമുക്കൊരു ഗംഭീര മത്സരം കാണാൻ പറ്റി. രണ്ട് ബാറ്റിംഗ് ശക്തന്മാർ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ഒരു ഗംഭീര മത്സരം. ബോളേഴ്സിനൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇനി ബോളേഴ്സിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. ഷമ്മിയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോനെ പറ്റി അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഒരു വലിയൊരു സപ്പോർട്ട് തരണം ഞങ്ങൾക്ക്. ഇപ്പോൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ യൂട്യൂബിൽ വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ ആ സപ്പോർട്ട് കണ്ടിന്യൂ ചെയ്യുക.